പശ്ചിമേഷ്യൻ സംഘർഷം 4ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഹോർമുസ് കടലിടുക്ക് അടച്ച് ഇറാൻ കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കത്തിക്കുമെന്ന് മുന്നറിയിപ്പ്. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിക്കുമെന്നും മുന്നറിയിപ്പ്. അരാംകോ റിഫൈനറി ആക്രമിച്ചിട്ടില്ലെന്ന് ഇറാന്റെ റഡാർ സംവിധാനം തകർത്തെന്ന് അവകാശപ്പെട്ട് ഇസ്രായേലും. മിസൈൽ വർഷത്തിലാണ് പ്രതിരോധ സംവിധാനം തകർത്തത്. അതേസമയം ഇറാനിൽ കൊല്ലപ്പെട്ട 179 സ്കൂൾ കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഹോർമുസ് കടലിടുക്ക് അടച്ചതായിട്ട് ഇറാൻ പറയുമ്പോൾ ഇത് പൂർണ്ണമായും അടച്ചതാണോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. ഇത് തുടക്കം മാത്രമാണെന്ന് ട്രംപ് പറയുമ്പോൾ എങ്ങോട്ടായിരിക്കും നീങ്ങുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 4 ലക്ഷ്യങ്ങൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. ഇറാന്റെ മിസൈൽ ശേഷി നശിപ്പിക്കുമെന്നും നാവികസേന ഇല്ലാതാക്കുമെന്നും തുടങ്ങിയ കുറച്ചധികം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇനി എങ്ങോട്ടായിരിക്കും കാര്യങ്ങൾ നീങ്ങുക? ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക എന്നത് ഇറാനെ സംബന്ധിച്ച് അവരുടെ വജ്രായുധമാണ്. കാരണം ലോകത്തെ എണ്ണ വ്യാപാരത്തിൻ്റെ 5-1 നടക്കുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. ഇതൊരു പ്രധാന പാതയാണ്. ഇത് അടയ്ക്കുക വഴി UAEയും സൗദിയും അതോടൊപ്പം തന്നെ ഖത്തറും കുവൈറ്റും ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ പ്രതിസന്ധിയിലാവുന്ന ഒരു നിലയുണ്ടാകും. ഇറാൻ വലിയ എണ്ണ ഉൽപ്പാദന രാജ്യമാണ്. സൗദി അത്തരത്തിൽ വലിയ എണ്ണ ഉൽപ്പാദന രാജ്യമാണ്. ഈ തരത്തിൽ UAE വലിയ തോതിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. അവിടെ 7 അറബ് രാജ്യങ്ങളുടെ ഒരു ഐക്യമാണ് UAE എന്നത്. അത് വളരെ വലിയ തോതിൽ എണ്ണ ഉൽപ്പാദനം നടത്തി മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇവരെല്ലാം തന്നെ പ്രതിസന്ധിയിലാകുന്ന ഒരു കാര്യമുണ്ട്. മാത്രമല്ല ഇറാനെ സംബന്ധിച്ച് ഈ അറബ് രാജ്യങ്ങൾ, മറ്റ് GCC രാജ്യങ്ങളെല്ലാം തന്നെ ശത്രുപക്ഷത്തേക്ക് പോകുന്ന ഒരു നിലയുണ്ട്. ഈ പ്രത്യക്ഷമായി ഒരുപക്ഷെ ഹിസ്ബുള്ള മാത്രമാണ് ഇപ്പോൾ ഇറാനെ സഹായിക്കാൻ രംഗത്ത് വന്നിട്ടുള്ളത്. അവരൊരു ആയുധ എടുത്തുള്ള രീതിയിലേക്ക്, ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് ഹിസ്ബുള്ള മാറിയിരിക്കുന്നു. ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം നടക്കുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം നമ്മൾ വലിയ തോതിൽ ഏതാണ്ട് 1.5 ലക്ഷം ബാരൽ എണ്ണ നമ്മൾ പ്രതിദിനം ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ്. ആ നിലയ്ക്ക് ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധി ഉണ്ടാക്കും. 75 ദിവസത്തേക്കുള്ള എണ്ണയുടെ കരുതൽ ഇന്ത്യയുടെ പക്കലുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ $75 ബാരലിനായിരുന്നത് ക്രൂഡിനായിരുന്നത് ഇപ്പോൾ അത് $79 എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. യുദ്ധം തുടരുകയാണെങ്കിൽ ഇത് $200 വരെ ഉയരാനുള്ള സാധ്യത ഈ വാണിജ്യ ലോകത്തുള്ള വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടുള്ളത്, ഏറ്റവും ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിട്ടുള്ളത്, ഈ യുദ്ധം മാസങ്ങൾ തുടരില്ല, വർഷങ്ങൾ തുടരില്ല, ഇത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കും. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാന് മേൽ നടത്തുന്ന ഈ ഒരു യുദ്ധം ദീർഘകാലത്തേക്ക് നീണ്ടുപോകില്ല എന്ന കാര്യമാണ്. ചൈന യുദ്ധത്തെ അപലപിക്കുന്നുണ്ട്. ചൈനയും ഈ തരത്തിൽ വലിയ തോതിൽ ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ്. അവർ അവരുടെ റിഫൈനറി പൂട്ടിയിട്ടുണ്ട്. ഇറാനിൽ അവർക്കുള്ള റിഫൈനറി പൂട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയും ചഹബാൻ തീരത്ത് വലിയ തോതിലുള്ള നിക്ഷേപം നേരത്തെ നടത്തിയിട്ടുണ്ട്. അതും എല്ലാം തന്നെ ഈ ക്രൂഡുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കാണ്, അതിൻ്റെ വാണിജ്യപരമായ ആവശ്യത്തിന് വേണ്ടിയാണ്. നേരത്തെ ഈ നികുതി തീരുവ അത് വളരെയധികം ഉയർത്തിക്കൊണ്ട് അമേരിക്ക ഇന്ത്യക്ക് മേൽ ഉപരോധം കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ നിയന്ത്രണങ്ങളും കൊണ്ടുവന്ന് ഇന്ത്യയെ ഞെരുക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യയുമായി ഇന്ത്യ വീണ്ടും ചർച്ച ആരംഭിച്ചതായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം യുദ്ധം നീണ്ടുപോയാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും. അത് ഇന്ത്യയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റഷ്യയുമായുള്ള കരാറിലേക്ക് കാര്യങ്ങൾ പോവുക, വീണ്ടും റഷ്യയുമായി അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് പോവുക എന്നതാണ്. മറ്റ് ചില സൂചനകൾ, അല്ലെ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ഇറാൻ്റെ റഡാർ സംവിധാനം ഇസ്രായേൽ തകർത്തു എന്നതാണ്. അങ്ങനെ ഒരു അവകാശവാദം ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരുടെ പ്രതിരോധ സംവിധാനം, അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് തകർത്തു എന്ന അവകാശവാദം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. റഷ്യയുമായി സഹകരിച്ചാണ് നേരത്തെ ഇറാനിൽ ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നേരത്തെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അതെല്ലാം തന്നെ വളരെ കാലം മുൻപ് ഏർപ്പെടുത്തിയ സംവിധാനങ്ങളാണ്. അവർ ഈ കാലത്തിനനുസൃതമായ നവീകരണങ്ങൾ നടത്തിയിട്ടില്ല എന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിൻ്റെ തുടക്കത്തിലെ തന്നെ ആക്രമണങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോയതും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കൊല്ലപ്പെട്ടതും. അങ്ങനെ ഒരു ആധുനികവൽക്കരണം ആയുധങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അയൺ ഡോമുകളൊക്കെ നേരത്തെ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. അത് S-400 എന്ന പേരിലുള്ള വളരെ കാലം ചെന്ന അയൺ ഡോമുകളാണ്. അതെല്ലാം തന്നെ മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ശേഷിയുള്ള
നേതാവല്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ കൂടി ഒരു വശത്ത് വരുന്നു. അവിടെ കൊല്ലപ്പെട്ട സ്കൂൾ കുട്ടികളുണ്ട്. 179 സ്കൂൾ കുട്ടികളാണ് ഇറാനിൽ ആദ്യ മണിക്കൂറുകളിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അത് ലോകത്തെ സംബന്ധിച്ച് വലിയ വേദനയുണ്ടാക്കിയ ഒരു കാര്യമാണ്. സിവിലിയൻസിന് നേരെ ആക്രമണം ഉണ്ടാകില്ല എന്ന നിലയ്ക്കൊക്കെയാണ് ആദ്യം ചില പ്രസ്താവനകൾ ഉണ്ടായിരുന്നതെങ്കിലും ജനവാസ കേന്ദ്രങ്ങളിലേക്കും പ്രത്യേകിച്ച് സ്കൂളിലേക്ക് ഇങ്ങനെ ആയുധം പ്രയോഗിക്കുകയും കുട്ടികൾ കൊല്ലപ്പെടുകയും ചെയ്തത് ആ കുട്ടികളുടെ സംസ്കാര ചടങ്ങുകളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഹരി, അത് തന്നെയാണ്. ഇറാന്റെ റഡാർ സംവിധാനം തകർത്തുന്ന അവകാശവാദവുമായിട്ടും ഇസ്രായേലും രംഗത്തെത്തുന്നുണ്ട്. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിൻ്റെ അവകാശവാദമാണ് അത്. എന്നാൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനവാസ മേഖലയിൽ ഇപ്പോൾ ഇറാൻ കൊല്ലപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്കാരം ചടങ്ങുകൾ നടന്നിരിക്കുന്നു. അതും വളരെ വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ് നമ്മൾ ദിവസം മുമ്പ് തന്നെ അറിഞ്ഞത്. അപ്പോൾ ആ ദൃശ്യങ്ങളും ആ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു എന്നൊരു കാര്യം കൂടി വരുമ്പോൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. مادر شهید دعا برای امام زمان بکنه او رو صدا بزنه امام زمان نگاه میکنه. വിനോദ് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഇപ്പോൾ നമ്മൾ ഹെസ്ബുള്ളയുടെ കാര്യം പറയുമ്പോൾ നെതന്യാഹു പറയുന്നൊരു കാര്യം, ഹെസ്ബുള്ള ഇനിയും ആക്രമണം വാങ്ങിയെടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല, ഹെസ്ബുള്ള വിൽ കണ്ടിന്യൂ ടു പേ എന്നത് തന്നെയാണ് നെതന്യാഹുവിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇറാന് വേണ്ടിയിട്ട് ഇപ്പോൾ രംഗത്തെത്തുന്നത് ഇപ്പോൾ ഹെസ്ബുള്ള ആണെങ്കിൽ പറഞ്ഞാൽ പോലും ഇസ്രായേൽ കൃത്യമായിട്ട് അവരുടെ ആക്രമണം തുടരും എന്ന് തന്നെയാണ് നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേ നെതന്യാഹു തന്നെ പറയുന്നത് നാളുകളോളം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നില്ല എന്ന്. ഇങ്ങോട്ടായിരിക്കും സിറ്റുവേഷൻ പോകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണം ചെറുക്കുക, അത് പ്രത്യേകിച്ച് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ലെബനനിലെ ജനങ്ങളോട് മറ്റ് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനർത്ഥം അവിടെ ആക്രമണം തുടരാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് അമേരിക്കയുടെ പിന്തുണയുണ്ടാകും. അതോടൊപ്പം തന്നെയാണ് ഇറാന് നേരെയുള്ള ആക്രമണവും. ഇറാനാകട്ടെ ഇസ്രായേലിനോടും അമേരിക്കയോടും സഹകരിക്കുന്ന രാജ്യങ്ങളെ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഖത്തറാവട്ടെ, കുവൈറ്റ് ആകട്ടെ, അല്ലെങ്കിൽ ബഹ്റിനാകട്ടെ, ദുബായ് ആകട്ടെ, സൗദി ആകട്ടെ, അങ്ങനെ ഏത് രാജ്യങ്ങൾ, ജോർജിയ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അത് ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് എയർബേസ് നൽകിയിട്ടുള്ള, അമേരിക്കൻ സൈന്യത്തിന് അവർക്ക് ലാൻഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള, അവർക്ക് താവളം ഒരുക്കിയിട്ടുള്ള എല്ലാ അറബ് രാജ്യങ്ങളെയും ആക്രമിക്കുന്നൊരു നിലയിലേക്ക് ഇറാൻ മാറിയിട്ടുണ്ട്. മാത്രമല്ല ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക വഴി ഈ രാജ്യങ്ങളെ കൂടി സമ്മർദ്ദത്തിലാക്കുകയാണ്. ഈ രാജ്യാന്തര തലത്തിൽ എണ്ണവില വർദ്ധിക്കും എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഗൾഫ് കൺട്രീസ് ഉണ്ട്, മറ്റ് ഗൾഫ് രാജ്യങ്ങളുണ്ട്. അവർക്കെല്ലാം തന്നെ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു നിലയുണ്ട്. GCC രാജ്യങ്ങളുടെ യോഗം കഴിഞ്ഞ ദിവസം അടിയന്തരമായി ചേർന്നിരുന്നു. അവർ വലിയ തോതിൽ പ്രകോപനത്തിലേക്ക് പോകരുത് എന്നാണ് ഇറാനോട് ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തേക്ക് ഇറാൻ ഇപ്പോൾ അങ്ങനെ ഒരു നീക്കവുമായി മുന്നോട്ട് പോകുന്നു. ഇത് മറ്റ് ലോകരാജ്യങ്ങളെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അതായത് ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെയൊക്കെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ക്രൂഡ് വില $75 നിന്ന് $79 മാറിയിട്ടുണ്ട്. ഇത് തുടർന്നാൽ, ഈ നില തുടർന്നു കഴിഞ്ഞാൽ ഇത് $200 ഉയരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ തോതിൽ ഇന്ധന പ്രതിസന്ധി നേരിടുന്ന, വിലക്കയറ്റം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല കയറ്റുമതിയെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നടക്കമുള്ള കയറ്റുമതി ഇപ്പോൾ നടക്കുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വലിയ തോതിൽ മലയാളികൾ ധാരാളം ഉള്ള രാജ്യങ്ങളാണ് ഈ GCC രാജ്യങ്ങൾ എന്നത്. മിഡിൽ ഈസ്റ്റിൽ വളരെ വലിയ തോതിൽ മലയാളികളുണ്ട്. മാത്രമല്ല ഇന്ത്യക്കാർ മാത്രം ഏതാണ്ട് 1 കോടിയോളം പേർ GCC രാജ്യങ്ങളിലായി കഴിയുന്നു എന്നതാണ്. ഇവരുടെ സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രധാനമായും അവരെ കൂടി ലക്ഷ്യം വെച്ച് നടക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതിയുണ്ട്. അതെല്ലാം തന്നെ നിശ്ചലമായിരിക്കുന്നു. കരിപ്പൂരിൽ നിന്നൊക്കെയുള്ള കയറ്റുമതി പൂർണ്ണമായും നിലച്ചിരിക്കുന്നു. യാത്രക്കാരും കുടുങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും അടക്കം വിദേശ വിനോദസഞ്ചാരികൾ. എന്തായാലും ഹോർമുസ് കടലെടുക്ക് അടച്ചതായിട്ട് ഇറാൻ പറയുമ്പോൾ എത്ര നാൾ ഇത് തുടരുമെന്നത് പ്രധാനപ്പെട്ട ചോദ്യവും കൂടിയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിലെ വില കുത്തനെ കൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ഇപ്പോൾ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ $200 വരെ ഒരു ബാരലിലെ വില കൂടാനുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങും. എത്ര നാൾ ഇത് അടച്ചിടാൻ കഴിയുമെന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യവും കൂടി നിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.